ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു സന്തോഷവും ഒരുപാട് സങ്കടവും തോന്നിയ ഒരു നിമിഷത്തെക്കുറിച്ച് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മകൻ മാസാഷ്മത്ത്, അവനെ വിളിക്കുന്നത് ആച്ചു എന്നാണ്. അവൻ 5ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. അവൻ ഒരു ദിവസം എനിക്കൊരു കമ്മൽ പെട്ടെന്നായിട്ടൊരു ഗിഫ്റ്റ് പോലെ തന്നായിരുന്നു. അതെനിക്ക് ഒരുപാട് സന്തോഷം ആയിട്ടാണ്. നമ്മൾ വിചാരിക്കാണ്ട് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഈ മാർച്ച് 11-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എൻ്റെ മോൻ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലൊരു സർപ്രൈസാണ് ഞാൻ തന്നത്. അതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ടായിരുന്നു. എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് അവനൊരു ഇയറിങ്സ് ആയിരുന്നു, 2 ചെറിയ ക്രാബുകൾ, പിന്നെ ലിപ്പ് ലൈനർ, പിന്നെ ഒരു റിങ്. ഇതൊക്കെയാണ് എനിക്ക് തന്നത്. അത് നല്ല സെലക്ഷനോട് തന്നെ എൻ്റെ മോൻ സെലക്ട് ചെയ്ത് എനിക്ക് തന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. പക്ഷേ എൻ്റെ മോൻ ഇതിന് വേണ്ടി കാശ് ഞങ്ങളോട് ആരോടും ചോദിച്ചിട്ടില്ല. എൻ്റെ മോൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കനകമല ഉള്ളത്. അവിടെ കനകമല കയറാനായിട്ട് പോകണമെന്ന് പറഞ്ഞു കൂട്ടുകാരൻ്റെ ഒപ്പം. പൊക്കോന്ന് പറഞ്ഞു. അവൻ ഒരു ദിവസം എന്നിട്ട് വൈകിട്ട് കൂട്ടുകാരുടെ ഒപ്പം ഫാമിലി മൊത്തമായിട്ട് അവർ കനകമല കയറാൻ പോയി. രാത്രി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കയ്യിലൊരു ടോക്കൺ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഉമ്മി ഞാൻ അങ്ങനെ അങ്ങോട്ട് മല കയറിയപ്പോൾ വെള്ളം ചുമന്നു, എനിക്ക് ടോക്കൺ കിട്ടി, അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ചുമന്ന മോനെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിറ്റേന്ന് അവൻ അത് മാറ്റാൻ പോകുമെന്ന് പറഞ്ഞു. മാറ്റി വരാനായിട്ട് നേരം വൈകിപ്പോൾ ഞാൻ വീട്ടിൽ കിടന്ന് ഇങ്ങനെ എക്സാമായിട്ട് ഇങ്ങനെ നടക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, കൊച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി മേലാക്കം മോൻ കനകമല കയറാൻ പോയത്, എക്സാമൊക്കെ കഴിയട്ടെ എന്നിട്ട് പോവുക. മോൻ ഇനി കനകമലയ്ക്ക് പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മോൻ അത് ബുദ്ധിമുട്ടല്ല, എക്സാം എഴുതാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല പാപ്പി, ഞാൻ ഇനി പോവില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മോൻ ഞങ്ങളറിയാണ്ട് പിന്നെയും പോയിരുന്നു. പിന്നീട് ഈ ഗിഫ്റ്റ് തന്നതിന് ശേഷമാണ് ഞങ്ങളതറിയുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏകദേശം ഒരു 10 തവണയെങ്കിലും എൻ്റെ മോൻ പോയിട്ടുണ്ടെന്ന് കനകമല കയറി. അങ്ങനെ ഓരോ കേസും ജ്യൂസിൻ്റെ കേസ് കയറ്റി ആ കിട്ടണ കാശ് സ്വരുക്കൂട്ടി വെച്ചാണ് എൻ്റെ മോൻ എനിക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു തന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ മോന് ഇത്രയും ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടിട്ടായാലും എനിക്ക് ഇത് ഗിഫ്റ്റായിട്ട് തന്നുമല്ലോ. നമ്മുടെ ഗിഫ്റ്റിൻ്റെ വലിപ്പമല്ല, അത് ഉണ്ടാക്കാൻ പെട്ട പാടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇതുപോലെ ചെയ്യുന്ന പല മക്കളും ഉണ്ടാവുമായിരിക്കും, ചെയ്യാത്തവരും ഉണ്ടാവും. വെള്ളം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ 10 രൂപയുടെ ജ്യൂസും കുപ്പിയില്ലേ, അങ്ങനത്തെ കുപ്പികൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഉമ്മിയുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് എൻ്റെ മോനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ എൻ്റെ മോൻ പോയത്. പക്ഷേ ഇത് ഒരിക്കലും അങ്ങനെ അനുകൂലിച്ച് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ ആഗ്രഹം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഞങ്ങളറിയാണ്ട് പോയി എന്ന് പറയുന്നത്, ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുമ്പോൾ പകൽ എൻ്റെ മോൻ ഒറ്റയ്ക്കാണ് കൂടി ഇരിക്കുന്നത്. അവൻ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് തന്നെ പോകാറുള്ളത്. പക്ഷേ എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞറിയിക്കാൻ കൂടി പറ്റാത്ത ലെവലിലാണ്. ഇതുപോലെ പല അമ്മമാർക്കും പല സിറ്റുവേഷനിലും ഉണ്ടായിട്ടുണ്ടാവും ഇതുപോലത്തെ സർപ്രൈസ് കിട്ടൽ. ഇതെല്ലാവരും ശരിയായ രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.